ഹലോ വെൽക്കം ടു അവർ ചാനൽ മൈ സ്പിരിച്വൽ ജേർണി 1111. അപ്പം നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സന്റെ യെസ്റ്റർഡേ നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഫീലിംഗ്സ് ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഫീലിംഗ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളിപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 ടൈംസ് അവരുടെ നെയിം പറയുക. ആ ഒരു ടൈമിൽ ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ യെസ്റ്റർഡേ നൈറ്റ് തോട്ട്സ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. കറന്റ് ഫീലിംഗ്സ് പ്ലീസ്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഡിവൈൻ, താങ്ക് യു ഏഞ്ചൽസ്, താങ്ക് യു ഗോഡ്. ഓക്കെ, മൊറാലിറ്റി. മാസ്റ്റർ. See, ഇപ്പം നിങ്ങളുടെ ഈ ഒരു കണക്ഷന്റെ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഈ ഒരു കണക്ഷനിൽ ഒരു നോ ടു നത്തിങ്നെസ്, ഇറ്റ് മീൻസ് സീറോ എനർജിയിലാണ്, ശൂന്യത ആണ് ഈ ഒരു കണക്ഷനിൽ. മൊത്തത്തിൽ നിങ്ങൾക്ക് എവിടെ നോക്കിയാലും യാതൊരു തരത്തിലുള്ള ഹോപ്പും ഇല്ല. ഇത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ പേഴ്സണും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ നേരത്തെ ഒരു ഫ്രണ്ട്ഷിപ്പിലായിരിക്കാം ഈ ഒരു കണക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എനർജി ലാസ്റ്റ് ടൈം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും നമ്മളുടെ റിലേഷൻഷിപ്പിന് യാതൊരു ലെവലിന്റെ ആവശ്യമില്ല, ബിക്കോസ് നമ്മളുടെ എനർജി എല്ലാത്തിൽ നിന്നും മുക്തമായിട്ടുള്ള ഒരു എനർജിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പും അല്ല. അതിപ്പം അത് നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നോക്കുമ്പോൾ ആ ഒരു കണക്ഷന് പ്രത്യേകിച്ച് നെയിമോ ഒരു ലേബിളോ ഒന്നുമില്ല. ഫ്രണ്ട് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട് അല്ല. മേ ബി ഇത് മിക്കവർക്കും ഇതൊരു സിറ്റുവേഷൻ ഷിപ്പായിട്ടാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, മിക്കവർക്കും സിറ്റുവേഷൻ ഷിപ്പാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ കമ്മിറ്റ്മെന്റോ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റിയോ ചോദിക്കുന്നത്, നിങ്ങളുടെ കണക്ഷന്റെ ലേബിൾ ചോദിക്കുന്ന ടൈമിൽ ഈ ഒരു വ്യക്തി അപ്പൊ തന്നെ നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് പോകുന്നുണ്ടാവും. കാരണം ഓൾറെഡി ഇവർക്കറിയാം ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ ഇതിൽ പ്രത്യേകിച്ച് നെഗറ്റീവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഇവിടെ അങ്ങും ഇങ്ങും ഈ ഒരു കണക്ഷൻ എത്താത്തൊരു എനർജി ആയിരിക്കും ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ഈ ഒരു വ്യക്തി പെട്ടെന്ന് തന്നെ ഇവരുടെ എംബ്രർ എന്നുള്ള ഒരു എനർജിയിൽ വരും. ഇവരുടെ ഈഗോ കാണിക്കും. ആ ടൈമിൽ എനിക്ക് പ്രത്യേകിച്ച് നിന്നോടൊന്നുമില്ല, നീയുമായിട്ട് എനിക്കൊരു കണക്ഷനും ഇല്ല, നമുക്കെല്ലാം എൻഡ് ആക്കാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു എനർജിയില്ല. ആ ഒരു ടൈമിൽ തന്നെ ഇവിടെ ഇവര് സെപ്പറേഷൻ പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് ഒരു കണക്ഷൻ പോകുന്നുണ്ടാവും. എനിക്ക് ആ ഒരു എനർജീസ് ആണ് ഈ ഒരു ടൈമിൽ ഫീൽ ചെയ്യുന്നുള്ളത്. ഇത് ആർക്ക് റെസനേറ്റ് ആകുമെന്ന് എനിക്കറിയില്ല, ബട്ട് ഇവിടെ കമ്മിറ്റ്മെന്റ് ഇഷ്യൂസ് ഉണ്ട്. നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തന്നിട്ടില്ല. നിങ്ങളുടെ കണക്ഷൻ സിറ്റുവേഷൻഷിപ്പ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റ് എന്നുള്ള ഒരു എനർജി. ഫ്രണ്ട്ഷിപ്പ് ആണ്, പക്ഷെ അതിനൊരു ബെനിഫിറ്റും ഉണ്ട്. അത് ഓൾറെഡി നിങ്ങൾക്കറിയാം. ഇവര് നിങ്ങളുടെ അടുത്ത് ഫ്രണ്ട് ആയിട്ടല്ല നിൽക്കുന്നത്, നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റ് എനർജി അല്ലെങ്കിൽ സിറ്റുവേഷൻഷിപ്പ് ആണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഓക്കെ, വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ഫ്രണ്ട്സ് ആണ്, പക്ഷെ ഇൻസൈഡ് നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തി ഫ്രണ്ട് അല്ല. ലൈക്ക് ഫ്രണ്ട്ഷിപ്പിനെ കഴിഞ്ഞും കൂടുതൽ ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഈക്വൽ ഗിവൻ ടേക്ക് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഈ ഈക്വൽ ഗിവൻ ടേക്ക് ഒരാൾ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഈക്വൽ ഗിവൻ ടേക്ക് വേണം എന്നുള്ളൊരു ചിന്തയില്ല. അങ്ങനത്തെ ഒരു എനർജീസ് ആയിരിക്കും ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ കമ്മിറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടായിരിക്കും ഇപ്പോൾ ഇവിടെ റീസെന്റ് ആയിട്ട് ഒരു സെപ്പറേഷൻ നടന്നിട്ടുള്ളത്. ഈ ഒരു സെപ്പറേഷന്റെ എനർജിയിൽ നിങ്ങളുടെ പേഴ്സൺസ് ആരാണ് ലൈക്ക് ഓൾറെഡി ഈ ഒരു വ്യക്തി ഇവർക്കും ഇവരും ശരിക്കും സോറോഡ് എനർജീസ് ആണ്, ശരിക്കും സാഡ് ആണ്, ഡിപ്രസ്ഡ് ആണ്. എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരു എനർജിയിലാണ് ഇവിടെ ഈ ഒരു വ്യക്തി ഉള്ളത്. കാരണം പലപ്പോഴും പല ചോദ്യങ്ങൾക്കും ആൻസർ ഇല്ല എന്നുള്ള ഒരു എനർജി. നിങ്ങൾ ചോദിച്ചിരിക്കുന്ന പല ചോദ്യങ്ങൾക്കും പല കാര്യങ്ങളും നിങ്ങൾ ഇവരോട് ക്ലാരിറ്റി ചോദിച്ചിട്ടും അതിനൊന്നും ഉള്ള ആൻസർ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തില്ലായിരിക്കും. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജീസ് ആണ് എനിക്ക് ഈ ഒരു പേഴ്സന്റെ ഫീൽ ചെയ്യുന്നുള്ളത്. ദാറ്റ്സ് ഓക്കെ. സി ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് അവര് ഈ ഒരു ടൈമിൽ നിങ്ങളെ കുറിച്ചിട്ട് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കണക്ഷന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു വ്യക്തിക്ക് നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസും കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഗുഡ് മെമ്മറീസും ഇവർക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ബാഡ് ആയിട്ടുള്ള ഒരു മെമ്മറീസിനെ കുറിച്ചിട്ടും ഇവര് ചിന്തിക്കുന്നുണ്ട്. അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളും
അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു വ്യക്തി ശ്രദ്ധിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു കണക്ഷൻ രണ്ട് രീതിയിൽ നോക്കി കാണുന്നുണ്ട്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നോക്കി കാണുന്നുണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഒരു വ്യക്തി നോക്കി കാണുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും, നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി നല്ല രീതിക്ക് പെട്ടെന്ന് ആക്ഷൻ പറയുന്നുണ്ടാവും, എന്തെങ്കിലുമൊക്കെ വാ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവും. ബട്ട് ആക്ഷന്റെ കാര്യത്തിൽ ഈ ഒരു വ്യക്തി വളരെ സ്ലോ ആയിരിക്കും. ഓക്കെ. സി നിങ്ങളുടെ പേഴ്സൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ എനിക്കൊന്ന് മിക്കവരുടെ, നിങ്ങൾ മാരിഡ് ആയിരിക്കും മിക്കവരും ഇവിടെ. നിങ്ങൾ മാരിഡ് പേഴ്സണുമായിട്ടാണ് ഇവിടെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടൈമില് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു എനർജി ആയിരിക്കും. ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. അപ്പം ഈ ഒരു വ്യക്തി ഓവർ തിങ്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവരായിരിക്കുന്ന സിറ്റുവേഷൻസിൽ നോക്കുമ്പോൾ ഈ ഒരു ബന്ധത്തിന്റെ ഒരു ഭാവി ഉണ്ടാവില്ല. എപ്പോഴും പറയില്ല ലിവ് ഇൻ ദ മൊമെന്റ് എന്നുള്ള ഒരു എനർജിയാണ്. അതായത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു നിമിഷം സന്തോഷമായിട്ട് ജീവിക്കുക. നാളെ കുറിച്ചിട്ട് നമ്മൾ നാളെ ഇങ്ങനെ ആവും അങ്ങനെ ആവും എന്നോർത്ത് ചിന്തിച്ച് നാളെ നമ്മൾ ഉണ്ടാവുമോ നമുക്കറിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇത് നമ്മൾ ഓരോരുത്തർക്കും ഓരോ ലൈഫ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ലൈഫ് അൺപ്രഡിക്റ്റബിൾ ആണ്. സോ അപ്പം ഈ ഒരു നിമിഷം നാളെ അതായത് എന്താ എല്ലാ ദിവസവും ഏത് സമയം നമുക്ക് മരണം വരും എന്നുള്ള ഒരു എനർജിയിൽ ഓരോ ദിവസത്തെ നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഓരോ കാര്യങ്ങളും ഓരോ ദിവസവും ചെയ്യുക. മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നാളെ എന്നുള്ളൊരു ദിവസം ഇല്ല എന്നുള്ള ഒരു എനർജിയിൽ തന്നെ ഓരോ നിമിഷവും ജീവിക്കുക എന്നുള്ള ഒരു എനർജിയാണ്. അങ്ങനെ വേണം നമ്മൾ ജീവിക്കാനായിട്ട്. സ്ക്രിപ്റ്റേഴ്സിലൊക്കെ ഇത് തന്നെയാണ് പറയുന്നുള്ളത്. ഓക്കെ. പക്ഷെ നമ്മൾ അങ്ങനെ ഒന്നും ഇപ്പൊ മെറ്റീരിയലിസ്റ്റിക് ആയതുകൊണ്ടും നമ്മളിപ്പോ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാത്ത ആളുകളൊക്കെ ആയിരിക്കാം. അപ്പം അങ്ങനെയുള്ള രീതിക്ക് നമ്മൾ ചിന്തിക്കുന്നില്ല. പിന്നെ സിറ്റുവേഷൻഷിപ്പ് ഒക്കെ വരുമ്പോഴേക്കും നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഡൗൺ ആയി പോവുകയും നമുക്ക് ആ ഒരു ചിന്തയിലേക്ക് വരാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ മനുഷ്യൻ എപ്പോഴും അങ്ങനെയാണ്, വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടാണ് തിങ്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്യൂച്ചറിലേക്കായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. എന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ ഇന്നത് സംഭവിക്കും. ഫ്യൂച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളുടെ ഈ ഒരു ടൈമിലുള്ള നല്ല മനോഹരമായിട്ടുള്ള ദിവസങ്ങളെയാണ് നമ്മൾ ഇല്ലാതാക്കി കളയുന്നുള്ളത്. നല്ല ഈ ഒരു വ്യക്തിയായിട്ട് യൂണിവേഴ്സ് എപ്പോഴും നമുക്ക് ഒരു ചാൻസ്, ഒരു കാര്യം ഒരു തവണയെ തരത്തുള്ളൂ, ഒരു ചാൻസേ നമുക്ക് തരത്തുള്ളൂ എല്ലാ കാര്യത്തിലും. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള മെമ്മറീസ് ആണെങ്കിലും മൊമെന്റ്സ് ആണെങ്കിലും അതിപ്പം ഈ ഒരു വ്യക്തിക്കാണെങ്കിലും ഒരു ടൈമേ ആ ഒരു ചാൻസ് തരത്തുള്ളൂ. നാളെ ഒരിക്കൽ ഇപ്പൊ കഴിഞ്ഞു പോകുന്ന ആ ഒരു മൊമെന്റ് വീണ്ടും റിട്ടേൺ വരുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല. കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് റിട്ടേൺ വരുന്നുണ്ടാവില്ല. ഇപ്പൊ നമ്മളുടെ കുട്ടിക്കാലം ആണെങ്കിൽ തന്നെ എക്സാമ്പിൾ, അതിനി ഒരിക്കലും റിട്ടേൺ വരുന്നില്ല. എന്ന് പറഞ്ഞ പോലെ കാലം മാറിക്കൊണ്ടിരിക്കുന്നിടത്ത് ആ ഒരു ടൈമില് ലൈക്ക് ആളുകളും ചേഞ്ച് ആവും, അവർക്കുള്ള ആ ഒരു ക്യാരക്ടറും അവർക്കുള്ള ഇമോഷൻസും ഫീലിങ്സും ഒക്കെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ. അപ്പം ആ ഒരു എനർജിയിൽ എപ്പോഴും എല്ലാവരും ജീവിക്കാൻ ശ്രമിക്കുക. ഈ ഒരു എനർജി കണ്ടിട്ട് എനിക്ക് അതാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി അധികം നാളേക്ക് ചിന്തിക്കുന്നുണ്ട് ഈ ഒരു കണക്ഷന്റെ. ഇതിന് ഫ്യൂച്ചർ ഇല്ലല്ലോ എന്ന് ചിന്തിച്ച് പോകുന്ന ഒരു എനർജി എനിക്ക് ഒരു വ്യക്തിയുടെ ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ചിന്തിച്ച് ഈ ഒരു കണക്ഷനെ നിങ്ങളുമായിട്ട് ചെലവഴിക്കാനുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷങ്ങളുണ്ടല്ലോ, അതാണ് ഈ ഒരു വ്യക്തി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. സോ അപ്പൊ പക്ഷെ ഇവരുടെ മനസ്സിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നിങ്ങളോട് ഒത്തിരി അധികം സ്നേഹമുണ്ട്. ഇവരുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് കണക്ട് ആവാനാണ്. പക്ഷെ മൈൻഡ് ആഗ്രഹിക്കുന്നത് വേണ്ട, ഇതിനൊരു ഭാവിയില്ല, അതുകൊണ്ട് പ്രാക്ടിക്കൽ ആയിട്ടിരിക്കാം, റിജക്ട് ചെയ്തിരിക്കാം. ആ ഒരു എനർജി, ഇവർക്ക് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം, ആ ഒരു കെയർ, ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഡീപ്പ് ആയിട്ടുള്ള ഒരു ലവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു ഇവർക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഇന്റൻസിറ്റി, ആ ഒരു എനർജി അവർ ഹൈഡ് ചെയ്ത് വെക്കുന്നതായിട്ട് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഐ ഡോണ്ട് നോ വൈ, ബട്ട് ഈ ഒരു വ്യക്തിയെ ഈ ഒരു ടൈമിൽ പോലും ഈ ഒരു വ്യക്തി 24/7 ഇവരുടെ മൈൻഡിൽ നിങ്ങളാണ്. ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫേവറേറ്റ് പേഴ്സൺ എന്നുള്ള ഒരു എനർജി വരുമ്പോഴേക്കും ഇവർ ചിന്തിക്കുമ്പോൾ ഇവർക്ക് നിങ്ങളാണ് പെട്ടെന്ന് മനസ്സിലോടി വരുന്നത്. ഇപ്പൊ മാരിഡ് ആണെങ്കിലും അൺമാരിഡ് ആണെങ്കിലും ഒക്കെ ഈ സെയിം എനർജീസ് ആണ് കേട്ടോ. ഇവർക്ക് നിങ്ങളുമായിട്ട് നല്ല രീതിക്ക് ഇമോഷണലി കണക്റ്റഡ് ആണ്. ഇവർ നിങ്ങളൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ലൈഫിൽ വന്നു പോയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, അല്ലെ ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ ഇവിടെ കാണുന്ന ഈ ഒരു പേഴ്സൺ. ഇവരുടെ മനസ്സിൽ ആഗ്രഹമുണ്ട് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്നും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കണമെന്നും. കാരണം നിങ്ങളോട് ഫീൽ ചെയ്യുന്ന ഈ ഒരു ഇമോഷൻസും ഫീലിങ്സും ഒന്നും ഇവർ വേറെ ആരുടെ അടുത്ത് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്.
ഈ ഒരു ടൈമിൽ എനിക്ക് ഈ ഒരു റീഡിങ്സിന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഒത്തിരി അധികം ഇമോഷണലി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആണെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ഓർത്തിട്ട് നല്ല രീതിക്ക് സങ്കടമുണ്ട്. നിങ്ങളുടെ ആ ഒരു ഇന്നസെൻസ്, നിങ്ങൾ ഈ ഒരു വ്യക്തിയെ പലപ്പോഴും പല സിറ്റുവേഷൻസിൽ ഹീൽ ചെയ്തിട്ടുണ്ടാവാം. ആ ഒരു മെമ്മറീസും മൊമെന്റ്സും ഒക്കെ ഇവർ നിങ്ങളെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജി എനിക്ക് ഈ ഒരു നൈറ്റിൽ ഫീൽ ചെയ്യുന്നത്, ഈ നൈറ്റ് തോട്ട്സിൽ ഫീൽ ചെയ്യുന്നത്. ടോട്ടലി സാഡ് ആണ് കേട്ടോ. ബട്ട് ഡോണ്ട് വറി. ഇവിടെ ഈ ഒരു വ്യക്തി ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ ഈ ഒരു കണക്ഷനിൽ ഇത്രയും സെപ്പറേഷൻസും കാര്യങ്ങളും വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഇവിടെ ഇത്രയും സെപ്പറേഷൻസോ കാര്യങ്ങളോ ഒന്നും ഒരു കണക്ഷനിൽ ഉണ്ടാകത്തില്ല. കാരണം ലിവ് ഇൻ ദ മൊമെന്റ് എന്നുള്ള ഒരു എനർജിയിൽ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു എന്താ എല്ലാത്തിനെയും ആ ഒരു മൊമെന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുക, ആ ഒരു മൊമെന്റ് എൻജോയ് ചെയ്യുക എന്നുള്ളൊരു എനർജി ഉണ്ടല്ലോ. ആ ഒരു എനർജിയിൽ ഈ ഒരു വ്യക്തി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ? ബട്ട് ഇയാൾ അതങ്ങനെ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. പൊതുവെ നിങ്ങളും അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവില്ല. പക്ഷേ എനിക്കൊന്ന് കുറച്ചുകൂടെ നിങ്ങൾ നാളത്തെ കാര്യം നാളെയല്ലേ എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുന്നത്. പക്ഷെ ഇവര് കുറച്ച് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ട് ഒത്തിരി ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് ഇവിടെ. ഓക്കെ, നോക്കാം എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സൻറ്റേജ് നൈറ്റ് തോട്ട്സ് എന്താണ്. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. Angels, thank you universe, thank you divine, thank you angels, thank you, thank you, thank you, thank you divine, thank you angels, please guide me, please guide me divine, please guide me universe, thank you. ആർക്കെങ്കിലും പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ DM ചെയ്യാം കേട്ടോ. ഞാനത് പറയാറേ ഇല്ല റീഡിങ്സിന്റെ കാര്യം, വീഡിയോ ഇടുമ്പോഴേക്കും മറന്നുപോകും. ഓരോ കാര്യങ്ങൾ പറയണം എന്ന് ഓർത്ത് വരുന്നൊക്കെ മറന്നു പോകുന്നുണ്ടാവും. പ്രത്യേകിച്ച് പ്ലാൻ ചെയ്യാതെയാണ് റീഡിങ്സ്. അപ്പൊ കാർഡ്സ് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്ത് പോകും, മറന്നു പോകും പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളോട്. ഒരു കാർഡ് താഴെ പോയിട്ടുണ്ട്. അപ്പം അത് 8 ഓഫ് സോഡ്സിന്റെ എനർജീസ് ആണ് കേട്ടോ. നൈറ്റ് ഓഫ് പെന്റിക്കിൾസ്, 8 ഓഫ് സോഡ്സ്, 7 ഓഫ് പെന്റിക്കിൾസ്. അപ്പം ഈ ഒരു 7 ഓഫ് പെന്റിക്കിൾസിന്റെ കാര്യം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജീസ് ആണ് കേട്ടോ. എർത്ത് സൈൻ ആണ്. ജെമിനി, ലിബ്ര, അക്വേരിയസ്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ജെമിനി, ലിബ്ര, അക്വേരിയസ് എയർ സൈനോ എർത്ത് സൈനോ കോമ്പിനേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ വാട്ടർ സൈൻ പ്ലസ് എർത്ത് സൈൻ കോമ്പിനേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എയർ കോമ്പിനേഷൻ ആവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എയർ വാട്ടർ കോമ്പിനേഷൻ. ഈ ഒരു വ്യക്തി കൂടുതലായിട്ടും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു എനർജി ആണോ എന്ന് ചോദിച്ചാൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു എനർജി. പക്ഷെ ഈ ഒരു ടൈമിൽ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആണ് ഈ ഒരു വ്യക്തി. എനിക്ക് തോന്നുന്നു റീസെന്റ് ആയിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ടാവാം, അത് കാണുന്നുണ്ടാവാം, സ്റ്റോറീസും കാര്യങ്ങളും. നിങ്ങൾ സെപ്പറേഷൻ ടൈമിൽ നിങ്ങൾ ഹാപ്പി ആയിട്ട് എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇരിക്കുന്നത് എന്നുള്ള കാര്യത്തിലാണ് ഈ വ്യക്തിക്ക് അതിശയം തോന്നുന്നത്. എനിക്ക് തോന്നുന്നു നേരത്തെ ഞാനൊരു റീഡിങ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് സെയിം എനർജീസ് ആ കറന്റ് ഫീലിങ്സിൽ അതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു റീഡിങ് റെസനേറ്റ് ആയവർക്ക് ഈ ഒരു റീഡിങ്ങും റെസനേറ്റ് ആവുന്നുണ്ടാവും. അതുകൊണ്ട് ഞാൻ ആ ഒരു എനർജി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പം ഇവിടെ നിങ്ങളുടെ ഫോട്ടോസ് ഒക്കെ നോക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി. നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകൂടി നടന്നപ്പോൾ ഉള്ള കൂട്ടുകൂടി ഈ ബന്ധത്തിൽ നിൽക്കുന്ന ഈ ഒരു ടൈമിൽ നിങ്ങൾ മീറ്റ് ചെയ്തപ്പോഴൊക്കെ എടുത്തിട്ടുള്ള ഫോട്ടോസ് ഒക്കെ നോക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി. അത് നോക്കി ഇവർ സങ്കടപ്പെടുന്നുണ്ട്, സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഇവർക്ക് നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരാത്തതിലോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് മുന്നോട്ട് കണക്ട് ആയി പോകാൻ പറ്റാത്തതിലോ ഒക്കെ ഒരു വ്യക്തിക്ക് നല്ല രീതിക്ക് സങ്കടമുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു വ്യക്തി ഇയാളെ റിസ്ട്രിക്ട് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ അടുത്തുനിന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ലൈക്ക് നോക്കിക്കേ, ഇവിടെ മൊത്തത്തിൽ കൈയും കാലും മാത്രമേ കൈയും ദേഹവും ഒക്കെ മാത്രമേ കണ്ണുമൊക്കെ കെട്ടിയിട്ടിട്ടുള്ളൂ, കാല് കെട്ടിയിട്ടില്ല. അപ്പം ഇത് മൂവ് ചെയ്യാൻ പറ്റും, നടക്കാൻ പറ്റുന്നുണ്ടാവും. ബട്ട് ഇയാൾ ഒന്നിനും ട്രൈ ചെയ്യുന്നില്ല. സോട്സുകൾ ഇരിപ്പുണ്ട്. സോട്സുകൾ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അത് ആ കെട്ടഴിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. ബട്ട് ഒരു വ്യക്തി അയാളുടെ തിങ്കിങ്ങിൽ പെട്ട് കിടക്കുന്ന ഒരു എനർജി എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ ഒരു വ്യക്തി ഇയാൾ ഒത്തിരിയധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്, അയാളുടെ ആ ഒരു തോട്ട്സിൽ അയാൾ ഇരിക്കുന്നുണ്ട്. സോ അപ്പം അങ്ങനെയുള്ള ഒരു തോട്ട്സിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, അതായത് അവനവന്റെ ഒരു ചിന്താഗതിയിൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരാളെ നമുക്ക് വെളിയിൽ കൊണ്ടുവരാൻ പാടാണ്. അപ്പം ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. ഇവർ ഓവർ തിങ്ക് ചെയ്ത് കൂട്ടുന്ന ആ ഒരു കാര്യത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു എനർജീസ് എനിക്കിവിടെ ഈ ഒരു വ്യക്തിയുടെ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പക്ഷെ മൂവ് ചെയ്തിട്ടില്ല. ഈ ഒരു കണക്ഷൻ ഒരു എൻഡിങ്സ് ആണ്, 0 ആണ്.
ഇവിടെ ഒന്നും ഇല്ല എന്നുള്ള ഒരു എനർജിയിൽ ഇവർ പറയുമ്പോൾ പോലും ഈ ഒരു കണക്ഷനിൽ ഇവർക്ക് ഒരു തരി പോലും മൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവർ ഇതുവരെ മൂവ് ചെയ്തിട്ടില്ല ഈ ഒരു കണക്ഷനിൽ നിന്ന്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവും ഇവര് ഹാപ്പി ആയിട്ടിരിക്കുന്നത് കൊണ്ട്, ഇവര് ഇമോഷൻസിനെ കാണിക്കാതിരിക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇയാൾ മൂവ് ചെയ്തു, ഇയാൾക്ക് പ്രത്യേകിച്ച് ഇമോഷൻസ് ഇല്ല, ഫീലിങ്സ് ഇല്ല. അങ്ങനെയല്ല, ഇമോഷൻസ് ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്. നിങ്ങളെ ഒത്തിരി അധികം ഇഷ്ടമാണ്. നിങ്ങളോട് ഫീൽ ചെയ്തിരിക്കുന്ന ആ ഇന്റൻസ് കണക്ഷൻ വേറെ ആരുമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ബട്ട് ഓവർ തിങ്ക് ചെയ്യുന്നത് കൊണ്ടും മുന്നോട്ടേക്കുള്ള കാര്യത്തെക്കുറിച്ചിട്ട് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടും നിങ്ങൾക്ക് പ്രതീക്ഷ തരണ്ട എന്നുള്ള ഒരു എനർജി ഉള്ളത് കൊണ്ടും നിങ്ങളെ സങ്കടപ്പെടുത്താൻ ആഗ്രഹം ഇല്ലാത്തത് കൊണ്ടും ഇവിടെ ഈ ഒരു വ്യക്തി ഇവർ തന്നെ സൈലന്റിൽ സഫർ ചെയ്യുന്ന ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഇവിടെ കേതുവിന്റെ കാർഡാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. കേതു എപ്പോഴും അതായത് ഇമോഷൻസിനെയാണ് കാണിക്കുന്നുള്ളത്. ഇമോഷൻസ് ഉണ്ട്, ഈ ഒരു കണക്ഷനിൽ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു കണക്ഷനിൽ ഒരു ഗ്രോത്ത് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇതിലാണ് ഇവർക്കൊരു ലൈക്ക് ഇവിടെ 9 ഓഫ് പെന്റിക്കിൾസ് ആണ്, 10 ഓഫ് പെന്റിക്കിൾസ് ആണ് കംപ്ലീഷൻ. ഇൻകംപ്ലീഷൻ ആയി ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നു നിങ്ങളില്ലാതെ. ഒരു കംപ്ലീഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവരുടെ തോട്ട്സിലാണെങ്കിലും ശരി, ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ എത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു, നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു മെമ്മറീസ്, ഈ ഒരു കണക്ഷൻ എന്തായി പോയതിനെ കുറിച്ചിട്ട് ഓർത്തിട്ടും ഇവരുടെ സിറ്റുവേഷൻസ് ഓർത്തിട്ട് ഈ ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ടും സങ്കടമാണ്. ഇവർക്ക് നേരെ ചൊവ്വേ ഒന്നും ഉറങ്ങാൻ പോലും പറ്റത്തില്ല. നമ്മളിവിടെ സോറോയുടെ കാർഡ് വന്നിട്ടുണ്ട്, പ്ലസ് ഇവിടെ നമുക്ക് 9 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു സെയിം എനർജീസ് ആണ് രണ്ടും. അപ്പം ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മൾ ഈ ഒരു വ്യക്തി എത്രമാത്രം ഡൗൺ ആണ്, ഡിപ്രസ്ഡ് ആണ്, സാഡ് ആണെന്നുള്ളത്. ഓക്കെ, ഭയങ്കരമായിട്ടും സാഡ് ആണ്, ഡിപ്രസ്ഡ് ആണ്, നമുക്കത് ഇവിടെ അറിയാൻ പറ്റുന്നുണ്ട്. രാത്രിയിൽ പോലും നേരെ ചൊവ്വേ ഈ ഒരു വ്യക്തി ഉറങ്ങുന്നുണ്ടാവില്ല. നിങ്ങൾ ഒത്തിരി അധികം മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ടൈമിൽ കേട്ടോ, ഒത്തിരി അധികം മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കണക്ഷനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ട്രാൻസ്ഫോർമേഷൻസ്, അല്ലെങ്കിൽ ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു കണക്ഷനിൽ സംഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. ആ ഒരു എനർജി, ഒരു എൻഡിങ്സ്, അതൊക്കെ ഒത്തിരി അധികം ഒരു വ്യക്തി മിസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഒത്തിരി അധികം മിസ് ചെയ്യുന്നുണ്ട്, ആ ഒരു മെമ്മറീസിനെ മിസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നതോടുകൂടി ഈ ഒരു കണക്ഷനിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ചേഞ്ചസ്, അതൊക്കെ ശരിക്കും ഇയാൾ ഒത്തിരി അധികം ആഗ്രഹിക്കുന്നുണ്ട് തിരിച്ചു വരണം എന്നുള്ളത്. പക്ഷെ ഇവിടെ പ്രത്യേകിച്ച് ഒരു ഇഷ്യൂസും നിങ്ങൾ തമ്മിലില്ല. ഇയാൾക്കും, അതായത് ഇയാളോട് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. പക്ഷെ ഇയാൾ ഓവർ തിങ്ക് ചെയ്താണ് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ വേറൊരു പ്രശ്നങ്ങൾ നിങ്ങൾ രണ്ടുപേരുടെ ഇടയ്ക്കില്ല. ഈഗോയും ആറ്റിറ്റ്യൂഡും ഓവർ തിങ്കിങ്ങും ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണക്ഷൻ നന്നായിട്ട് പോകാനേ ഉള്ളൂ. പക്ഷെ ഇയാളത് ചിന്തിക്കുന്നില്ല. ഇന്നത്തെ ഈ ഒരു എനർജീസ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒട്ടും തന്നെ ഉറങ്ങിയിട്ടുണ്ടാവില്ല. നൈറ്റ് ഉറങ്ങാനുള്ള ഒരു മനസ്സും ഇല്ല. കുറച്ച് ഉറങ്ങിക്കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുന്നുണ്ടാവും, ബെഡിലിരുന്നിട്ട് സങ്കടപ്പെടുന്നുണ്ടാവും. ആ ഒരു എനർജീസ് ആണ് എനിക്കിവിടെ. എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടാവും. ആ ഒരു എനർജീസ് ഒക്കെ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഫോട്ടോ നോക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവാം. നിങ്ങളുടെ ഡ്രസ്സിങ് സെൻസും അതുപോലെ തന്നെ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സും അതുപോലെ തന്നെ നിങ്ങളുടെ ബ്യൂട്ടിയൊക്കെ അഡ്മയർ ചെയ്തിരിക്കുന്ന ഒരു എനർജീസ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ റീസെന്റ് ആയിട്ട് എന്തെങ്കിലും ട്രാവലിങ്ങിനൊക്കെ പോയിട്ട് സ്പിരിച്വൽ ആയിട്ട് നിങ്ങളിപ്പോൾ കുറച്ച് ഗ്രോ ചെയ്തത് കൊണ്ട് യൂണിവേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോയിട്ട് അവിടെ റിലേറ്റഡ് ആയിട്ട് യൂണിവേഴ്സിലൊക്കെ നിന്നിട്ട് ഫോട്ടോസ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും. യെല്ലോ ഗൗണോ ഒക്കെ ഇട്ടിട്ട്, അല്ലെങ്കിൽ യെല്ലോ കളറിന്റെ ഡ്രസ്സോ ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സൈറ്റിലോ ഒക്കെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവാം. ബേർഡ്സിന്റെ ഒക്കെ കൂടെ നിന്ന് ഫോട്ടോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവാം. അതൊക്കെ ഈ ഒരു വ്യക്തി കാണുന്നുണ്ട്. അപ്പം ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ കംപ്ലീഷൻ ആണെന്നുള്ള ഒരു എനർജിയാണ്. പക്ഷെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുണ്ടെങ്കിലേ കംപ്ലീഷൻ ആയിട്ടുള്ളൂ. ഇവിടെ 9 നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 999 ആണ് ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത് റീഡിങ്ങിൽ, ഏഞ്ചൽ നമ്പർ കേട്ടോ. ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇട്ടിരിക്കുന്ന ഇവിടെ എനിക്ക് കുറച്ച് യെല്ലോ കളർ വളരെ പ്രോമിനന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. മേ ബി നിങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ കളർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ യെല്ലോ കളർ, അതുപോലെ തന്നെ റെഡ്, ബ്രൗൺ കളർ, ബ്ലാക്ക്, ഈ കളറിലെയൊക്കെ ഡ്രസ്, റെഡ് കളറിലെയൊക്കെ ഡ്രസ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടായിരിക്കാം നിങ്ങൾ ഇപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്നുള്ളത്. ഐ ഡോണ്ട് നോ, പക്ഷെ എനിക്ക് ഇൻറ്റ്യൂഷൻസ് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. കാർഡ്സിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഇൻറ്റ്യൂഷൻ എനിക്ക് വന്നതുകൊണ്ട് ഞാനത് പറഞ്ഞു. ഇവർ ഒത്തിരി അധികം പ്രെയർ ചെയ്യുന്നുണ്ട് ഈ ഒരു ബോണ്ട് ലൈഫിലോ നിൽക്കാനായിട്ട്. കാരണം അവർ അത്രയും ഇന്റൻസ് ആയിട്ട് കണക്റ്റഡ് ആണ് നിങ്ങളുടെ അടുത്ത്.
അത് ഇവർക്ക് തുറന്നു പറയാനും പറ്റുന്നില്ല, നിങ്ങളെ വിട്ട് കളയാനും പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിലാണ് ഈ ഒരു കണക്ഷൻ ഉള്ളത് ഈ ഒരു ടൈമിൽ. ഐ തിങ്ക് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് എഫോർട്ട് എടുക്കാതെയെന്ന് ചിന്തിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻസോ ചോയ്സസോ ഉണ്ടോ എന്ന് ചിന്തിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു മെസ്സേജസും കൂടി നോക്കാം. ലൈറ്റിൻ്റെ ഇഷ്യൂസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലേ. നമുക്ക് ചാനലിൻ്റെ മെസ്സേജസ് നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ മെസ്സേജസ് ആണ് എൻ്റെ പേഴ്സണൽ വ്യൂവേഴ്സിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. You are my strength, you are my best friend, you are smart and practical, you and I have great understanding. For some of you ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നുള്ളൊരു എനർജി, ഫസ്റ്റ് സൈറ്റ് എന്നുള്ളൊരു എനർജി ആയിരിക്കും. ഓക്കെ, ടയർഡായി. എ ലെറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്, ജെ ലെറ്റർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിമിൽ എ ഉണ്ടാവാം, ആർ ഉണ്ടാവാം, വൈ ഉണ്ടാവാം, എസ് ഉണ്ടാവാം, ടി ഉണ്ടാവാം, ഇ ഉണ്ടാവാം. അതൊന്നും ഇത് കൂടിയിട്ട് എന്തെങ്കിലും നെയിം ആവുമോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഇത്രയും ലെറ്റേഴ്സ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഫെബ്രുവരി മന്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓഗസ്റ്റ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓഗസ്റ്റ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ജൂലൈ ഇമ്പോർട്ടൻ്റ് ആണ്. ഒക്ടോബർ ഇമ്പോർട്ടൻ്റ് ആണ്. സെപ്റ്റംബർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത്രയും നമ്പേഴ്സ് ആണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഈ ഒരു വ്യക്തി പറയുന്നത് നിങ്ങൾക്ക് ഇവരെ ഒത്തിരി അധികം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ ആര് മനസ്സിലാക്കുന്നതിലും കൂടുതൽ നിങ്ങൾ ഇവരെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം സ്മാർട്ട് ആണെന്നും ബ്യൂട്ടിഫുൾ ആണെന്നുമാണ് ഈ ഒരു വ്യക്തി പറയുന്നുള്ളത്. നിങ്ങൾ ഇവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഇവരുടെ സ്ട്രെങ്ത് ആണ് നിങ്ങളെന്നാണ് ഇവർ പറയുന്നത്. കാരണം എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്ഷിപ്പിൽ സ്റ്റാർട്ട് ചെയ്തത് നിങ്ങളുടെ ഏറ്റവും ബാഡ് ആയിട്ടുള്ള ടൈമിലായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഏറ്റവും ബാഡ് ആയിട്ടുള്ള ടൈമിലായിരിക്കാം നിങ്ങൾ രണ്ടുപേരും കണക്ട് ആയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി പറയുന്നത് ഇവരുടെ ലൈഫിൽ എന്തെങ്കിലും ചാലഞ്ചസ് ഒക്കെ വരുമ്പോഴേക്കും നിങ്ങൾ ഇവരുടെ സ്ട്രെങ്ത് ആണെന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നുള്ളത്. ഈ ഒരു ടൈമിൽ നിങ്ങൾ ഇല്ലാത്തപ്പോൾ ഇവർക്ക് സ്ട്രെങ്ത് ഇല്ല, അല്ലെങ്കിൽ ഇവർക്ക് ഒന്നിനെയും തരണം ചെയ്യാനുള്ള ഒരു മനക്കെട്ടി ഇല്ല എന്നാണ് ഇവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുള്ളത്. ഓക്കെ, അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഹിറ്റ് ദി ബെൽ ഐക്കൺ. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. പിന്നെ പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ DM ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്.